വിശ്വാസിയായിരുന്ന കാലത്ത് എനിക്കും ഈ രോഗശാന്തി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്. എനിക്ക് പല പ്രാവശ്യം പനി വന്നപ്പോഴും വയറിളക്കം വന്നപ്പോഴും അങ്ങനെയുള്ള പല പ്രാവശ്യവും ഞാൻ ആശുപത്രിയിൽ കാര്യങ്ങളിലൊന്നും പോകാതെ പ്രാർത്ഥിച്ച് മാത്രം എനിക്കിതൊക്കെ ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് ഇവരുടെ ഗ്ലോറിഫിക്കേഷനാണ്. ഈ മരുന്നെടുക്കാതെ മരിക്കുന്നവരുടെ ഒരു അടക്ക ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോഴത്തേന് ഇവരവരെ അങ്ങ് പൊക്കി പൊക്കി മറ്റേ യേശുക്രിസ്തുവിൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ ഇരിക്കാൻ പോകുന്ന അവരാണ് എന്ന രീതിയിലാണ് ഇവർ സാക്ഷ്യങ്ങളും പ്രസംഗങ്ങളും പറഞ്ഞ് അവരെ പുകഴ്ത്തുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേന് ബാക്കിയുള്ള വിശ്വാസികൾക്ക് ഒരു കോരിത്തരിപ്പാവും. എന്നാൽ പിന്നെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേർ എന്നെക്കുറിച്ച് ലോകത്തിലും നല്ലത് പറയും, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പുറത്തെ സീറ്റും കിട്ടും. ഈ ഒരു ഗ്ലോറിഫിക്കേഷൻ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ. ഇവർക്ക് ആവശ്യം വരുമ്പം ഇവർ ഈ ലോകത്തിലെ എല്ലാ പരിപാടികളും ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഈ അത്ഭുത രോഗശാന്തിക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, ഈ കൊറോണയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങളിങ്ങനെ എന്നെപ്പോലുള്ളവരുടെയൊക്കെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങുന്നത്? ഇതൊക്കെ അങ്ങ് തെളിയിക്കാനായിട്ട് നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു വാർഡിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ വാർഡ് വരെ ഒരു ദിവസം കൊണ്ട് അവിടെ ഉള്ളവരെ എല്ലാം പ്രാർത്ഥിച്ച് അങ്ങ് സൗഖ്യമാക്കണം. അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ വന്നിരുന്ന് ക്രിറ്റിസൈസ് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തായാലും ഞാൻ നമ്മുടെ ദൈവിക രോഗശാന്തിക്കാരെ കംപ്ലീറ്റ്ലി കണ്ണടച്ചങ്ങ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്കായിട്ടൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങളുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനും സൗഖ്യമാക്കാനും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് തെളിയിച്ച് തന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ ഞാൻ ഒരു വിശ്വാസിയായി മാറി നിങ്ങളുടെ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കും. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പറയുന്ന തൊട്ട് ചെവി പൂടെയുള്ള ഒരു യുക്തിവാദിയാണ് ഞാൻ. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആഴ്ചയ്ക്ക് എനിക്കത് ട്രിം ചെയ്ത് കളയുക, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അതെങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് വേണേൽ പ്രാർത്ഥിക്കാം. എങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ ചെവിയിലെ രോമവളർച്ച നിർത്തുകയാണെങ്കിൽ ആ ദിവസം മുതൽ ഞാൻ നിങ്ങളുടെ ദൈവത്തിനെ ഒരു സാക്ഷിയായി, അനുഭവ സാക്ഷിയായി മാറുന്നതായിരിക്കും.